തുമ്പോൺ സഹകരണ ബാങ്ക് ഞങ്ങൾക്ക് കള്ളവെട്ട് ചെയ്യേണ്ട കാര്യമില്ല. 35 വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ബാങ്കാണ്. അവിടെ ഞങ്ങൾക്ക് ജയിക്കാനുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. ഞങ്ങളും ഉള്ള സംഘങ്ങളെല്ലാം ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഞങ്ങൾക്കുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ കൂടെയുള്ളതെല്ലാം പാവപ്പെട്ട കർഷക തൊഴിലാളികളും പാവപ്പെട്ടവരുമാണ്. ഇപ്പോഴത്തെ സഹകരണ നിയമം അനുസരിച്ച് സംവരണം തന്നെ 6 വാർഡ്, 11 6 വാർഡ് സംവരണമാണ്. അന്നേരം സ്വാഭാവികമായും പാവപ്പെട്ടവർക്ക് ഈ വോട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകളെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരുടെ കൂടെ പോയി സഹായിക്കാറുണ്ട്. ആ രീതിയിലാണ് അവിടെ പാർട്ടി നേതാക്കന്മാർ പോയിട്ടുള്ളത്. അതവർ ക്യൂ നിങ്ങളെല്ലാം പോകാൻ പറ്റുള്ളൂ. അവർ മറ്റവരെ കൂടെ വോട്ടർമാരെ കൂടെ കൊണ്ടുപോയാൽ പോകുന്നത്. ലോക്കൽ സെക്രട്ടറി സഹായിച്ചിട്ട് വേണം അവിടെ പാർട്ടി പറഞ്ഞേ. അത് സ്വാഭാവികമായിട്ടും അതിനേക്കാൾ കൂടുതൽ പിന്നെ ആളുകളെ പങ്കെടുപ്പിക്കും. അവിടെ കലാപം ഉണ്ടാക്കാൻ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി DCC പ്രസിഡന്റ് നേരത്തെ തന്നെ കത്ത് കൊടുത്തിരുന്നു. അത് നിങ്ങൾ ഉണ്ടല്ലോ. അത് സ്വാഭാവികമായി സംഘം അവിടെ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകരോട് വരും. അത്രേ ഉള്ളൂ. DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ബ്ലോക്കിലെ ജില്ലയുടെ ഭാഗത്തു നിന്ന് എല്ലാവരും വരണമെന്നും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അവിടെ വന്ന് കലാപം ഉണ്ടാക്കാൻ വേണ്ടി DCC പ്രസിഡന്റ് കത്ത് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കലാപം ഉണ്ടാക്കാൻ അതിലില്ല. ഞങ്ങൾക്കവിടെ നിങ്ങളിത് കണ്ടില്ലല്ലോ. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കിരൺ ആണ്ടേ ആരുടെ പേരിലാണ് വോട്ട് ചെയ്തേക്കുന്നത്? ടിൻഡു ജോണിൻ്റെ പേരിലാണ് അദ്ദേഹം വോട്ട് ചെയ്തേക്കുന്നത്. അതെന്താ നിങ്ങൾ കാണാതെ പോയത്? ആണ്ടേ കിരൺ ബ്ലോക്ക് പ്രസിഡന്റാണ്. അടുത്ത മനോജ് കുരമ്പാല മണ്ഡലം പ്രസിഡന്റ്, മിൽവ ജീവനക്കാരനുമാണ്. അദ്ദേഹം പാപ്പച്ചൻ്റെ പേരിലാണ് വോട്ട് ചെയ്തേക്കുന്നത്. എന്നാ നോക്ക്. ഈ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണോ? അല്ലല്ല, വോട്ട് ചെയ്തേക്കുക അയാൾ വേറെ ആളുടെ പേരിൽ. അവരാണ് അവിടെ കള്ളവോട്ട് ചെയ്തത്. ഞങ്ങൾ ചെയ്തിട്ടില്ല. BD സതീശനെ പറ്റി വേണ്ട ധാരണയില്ലാത്ത പറയട്ടെ. ഇപ്പോൾ അവിടെ നടന്ന മണ്ഡലി അവിടെ UDF 400 വോട്ടാണ് കിട്ടുന്നത്. UDF വോട്ട് ചെയ്ത് വോട്ട് കുറയുന്നതിനെന്താ ഞങ്ങളാണ് ഉത്തരവാദി? LDF കള്ളവോട്ട് ചെയ്തെന്ന് അയാൾ പറയുന്നു. പക്ഷേ UDF എന്താ വോട്ടില്ലാത്തത്? 400-300 വോട്ടുള്ള പിന്നെ പാനലായിട്ട് UDF വരുന്നത് എന്താ? UDFകാർക്ക് അവിടെ വോട്ടില്ലാത്തതുകൊണ്ടാണ് അവർ വരുന്നത്. പിന്നെ അവിടെ കലാപത്തിന് അവിടെ ഏഷ്യനെറ്റ് രാവിലെ വന്നപ്പോൾ അവിടെ സമാധാനപരമായ വോട്ട് നടക്കുമായിരുന്നു. സമാധാനപരമായ വോട്ട് നടന്നപ്പം അവിടെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. അവിടെ പോലീസിനെ അടിക്കുന്നത് ഞങ്ങളുടെ ആദ്യം ഒരു കാരണവുമില്ലാതെയാണ് ഞങ്ങളുടെ 2 പ്രവർത്തകരെ അടിച്ചത്. രാവിലെ അടി ഉണങ്ങുന്നത് അവരാണ്. ഞങ്ങളുടെ പിന്നെ ശ്രീഹരിയെയും അതുപോലെ സന്ദീപിന് DFIയുടെ സെക്രട്ടറി പ്രസിഡന്റിനെയും ഏരിയ പ്രസിഡന്റിനെ അവരാണ് അടിച്ചത്. ഒരു കാര്യമില്ലാതെ അടിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് കണ്ടില്ലേ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പോലീസ് അടഞ്ഞിട്ട് അവർ നേരത്തെ തന്നെ അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. രാവിലെ ഒരു കാര്യമില്ലാതാണ് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചത്. ആണ്ടേ ഇയാൾ നോക്ക്, ഞങ്ങളുടെ പ്രവർത്തകരെ അടിക്കുന്നത് ഈ രഞ്ജു. ഒരു കാര്യമില്ലാതെ അവിടെ അടിച്ചത് അവരാണ്. അവരടിച്ചിട്ട് പിന്നെ പറയുകയാണ് അവർ പോലീസിനെ അടിച്ചു. ഈ രേഖകളെല്ലാം വ്യക്തമായ രേഖകളാണ് ഉള്ളത്.